ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആണ് തായ്ലൻഡിൽ. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ നിന്ന് കോംപ്ലിമെൻ്ററി ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ് കേട്ടോ താഴെ. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഞാൻ മിസ്സാക്കി, പിന്നെ 2 ദിവസം ഞങ്ങൾ താഴെ നിന്ന് ഫുഡ് കഴിച്ചത്. ഇവിടെ നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്സ് അവൈലബിൾ ആയിരുന്നു, നൂഡിൽസ് തീരാറായിരുന്നു, പിന്നെ അവിടെ പൂരി ഉണ്ട്, കിഴങ്ങേറി ഉണ്ടായിരുന്നു, അതുപോലെ ഫ്രൂട്ട്സ് വാട്ടർമെലോൺസ് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തൊക്കെയോ സോസ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ. പിന്നെ രണ്ട് സൈഡിലും ഏറ്റവും കൂടുതലും സാലഡ്സ് ആയിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നത്. കോംപ്ലിമെൻ്ററി ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്കാണ്. അത് ആക്ച്വലി ഒരു കൾച്ചറൽ മോണമെൻ്റ് ആണ്, ഇപ്പോഴും അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അത് ഫുള്ള് മരത്തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതൊരു Forever 21 മോളാണ് കേട്ടോ. അതിൻ്റെ വെളിയിലായിട്ട് ഇതുപോലെ ഒരു വലിയ പ്ലെയിൻ വെച്ചിട്ടുണ്ടായിരുന്നു. A3 സാങ്ച്വറി ഓഫ് ട്രൂത്തിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഭയങ്കര ഒരു ഫാൻ ഇരിക്കുന്നുണ്ട്. ഈ ഫാനിൻ്റെ സൗണ്ട് എന്തിനാണ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല കാറ്റ് ഗൈസ്. ഇവിടെ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ കയറിയപ്പോൾ തന്നെ ഈ മറ്റേ അതിൻ്റെ കുതിരയുടെ ചാണകത്തിൻ്റെ ഒരു മണമാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോഴും കുതിരേൻ്റെ മണമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ചാണകത്തിൻ്റെ മണമാണ്. എന്താണെന്ന് അറിയില്ല ഗൈസ്, പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഓരോ വിവിധമായിട്ടുള്ള സ്മെല്ലാണ്. ഇതൊരു സ്റ്റൈലിൽ വെച്ചേക്കുന്നതേ ഉള്ളൂ. വീട്ടിലാണ് ഭംഗി ഡെക്കറേഷൻ. പിന്നെ ഞങ്ങളിന്ന് രാവിലെ ഞങ്ങൾ 10 മണിക്കായിരുന്നു ചെക്കൗട്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നേരത്തെ റെഡിയായാലും ലേറ്റായിട്ടേ ഞങ്ങൾ താഴെ ലോബിയിൽ എത്തത്തുള്ളൂ. ഇന്ന് ഞങ്ങൾ പട്ടായ വിടുകയാണ്. ഇനി അടുത്തത് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ബാങ്കോക്കിലേക്ക് പോവുകയാണ്. ഇനി അപ്പോൾ നമുക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്തിലെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, മുകളിൽ കാണുന്ന ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇവർ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടെങ്ക്. ഓക്കെ, നമ്മുടെ ഡ്രൈവർ വന്നു. സോ ഗൈസ്, നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒരു സാധനമൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. യെസ്, ദിസ് വേ. ഓക്കെ, നമുക്ക് അറിയാതെ നമ്മൾ എങ്ങോട്ടൊക്കെയോ പോകാണ് ഗൈസ്. ഹോഴ്സ് മേ ബൈറ്റ്. ഹോഴ്സ് ചിലപ്പോൾ കടിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ തലയിലൊക്കെ എന്നെക്കാട്ടിലും മുടിയുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഇങ്ങനെ കുറേ ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല, ആടാനാണോ എന്ന് എനിക്കറിയില്ല. ഗിനിക്കോഴിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഫുള്ള് പച്ചപ്പാണ് കേട്ടോ ഗൈസ്. ഇതാണ് എൻട്രൻസ്, അങ്ങോട്ടാണ്. ഒരു 8 wonders വരേണ്ട ഒരു സാധനമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെയല്ല ഗൈസ്, കാരണം ഇത് അതിനെക്കാട്ടിലും ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരിട്ട് കാണാൻ. ഇതവിടുത്തെ തായ് കോസ്റ്റ്യൂമാണ് കേട്ടോ. ഇത് അവിടുന്ന് വാങ്ങുകയും ചെയ്യും, അല്ലാതെ റെൻറ്റിന് എടുക്കുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് റെൻറ്റിന് എടുത്തിട്ട് അവിടെ പോയി നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകാൻ ഗൈസ്. നമുക്ക് ആക്ച്വലി നടക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെ എല്ലാം ചെടികളൊക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിലാണ് വന്ന് കൊണ്ട് ഇറക്കുന്നത് താഴെ. അപ്പോൾ ഇത് ഫുള്ള് ഒരു മരത്തടിയിൽ തീർത്തിരിക്കുന്നതാണ്. വേറെ ഒരു മെറ്റൽസോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ആ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലൊരു വലിയ ബോർഡ് വെച്ചേക്കും. അപ്പോൾ ഇതിനകത്ത് ഫുൾ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഹോഴ്സ് ക്യാരേജ്, ഹോഴ്സ് റൈഡിങ്, റോ ബോട്ടിങ്, പിന്നെ സ്പീഡ് ബോട്ട്, എലിഫൻറ്റ് റൈഡിങ്, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പേ ചെയ്തിട്ട് വേണം കയറാൻ. ഒരു തൊപ്പി തന്നു ഇവിടെ നിന്ന്. എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ഇതുവരെ ഫുള്ളായിട്ട് തീർത്തിട്ടില്ല. അപ്പോൾ ഇത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാതിരിക്കാനാണെന്ന് തോന്നുന്നു ഗൈസ് ഇത് തലയിൽ വെച്ചത്. ഭയങ്കര വെയിറ്റ്. ഫ്രണ്ടിൽ ആക്ച്വലി ഒരു ഗൈഡ് പോകുന്നുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് പറയുന്നതൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ അവിടെ നിന്നത് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയത് പോലെയാണ് കേട്ടോ. വേറൊരു പാരലൽ വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 10-20 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ പിച്ച വെച്ച് നമ്മൾ പോവുകയാണ്. മുന്നിലൊരു ഗൈഡും ഉണ്ട്. So as we walk inside the museum and spend time here, we will recognize who we are, where we came from. ഈ പടികളൊക്കെ തന്നെ മരത്തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ. ഇത്രയും വർഷം ചെന്നിട്ടും എന്തൊരു സ്ട്രോങ് ആണെന്ന് അറിയോ. ഇതിൻ്റെ ബേസ്മെൻ്റ് ആവട്ടെ, അതിൻ്റെ ഉള്ളിലെ ഓരോ സ്ട്രക്ചേഴ്സ് ആവട്ടെ, എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. ഇതിൻ്റെ ഓരോ തൂണിലും അവർ കൊത്തി വെച്ചേക്കുന്നത് പല ടൈപ്പ് ഓഫ് കഥകളാണ്. അതായത് പണ്ട് നമ്മൾ ജനിച്ചത് തൊട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇവോൾവ് ആയി വന്നത്, ഇപ്പം നമ്മൾ എങ്ങനെയാണ്, ഫ്യൂച്ചർ വരെ നമ്മളവിടെ പ്രഡിക്റ്റ് ചെയ്ത് അവർ ഓരോന്നും ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. And lastly, that is the elements of wind. So in our body it could be the gas and oxygen that we have. So everyone, these 4 elements.
ഇത് നിങ്ങൾ ശരിക്കും അടുത്ത് നിന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കൊട്ടാരം പോലെ പണിത് വെച്ചേക്കാം കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ പാലമൊക്കെ ഒരു പണി തീരാൻ വേണ്ടി എത്ര വർഷം എടുക്കും. ഇവരൊക്കെയാണെങ്കിൽ ചടപടി എന്ന് പറഞ്ഞാണ് ഇതെല്ലാം തീർക്കുന്നത്. ഇപ്പോഴും സ്റ്റിൽ അവിടെ പണി നടക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. ഇവരൊക്കെ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ തലയോട്ടി തന്നത് വയ്ക്കാൻ. ഗൈസ്, ഞാൻ വേറെ ഏതോ ഗ്രൂപ്പിന്റെ കൂടെ ഞാൻ ചേർന്നു. എൻ്റെ അമ്മയുടെ മുടി കണ്ടുപിടിച്ചാണ് ഞാൻ പോകുന്നത്. Without nature, we cannot survive really exactly. അപ്പോൾ ഇത് ആക്ച്വലി 1981 തുടങ്ങിയത്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ലേക്ക് വിര്യഫാൻ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത്. ഇത് ആക്ച്വലി 2025 തീർക്കേണ്ടതാണ്. അപ്പോൾ കോസ്റ്റൽ ക്ലൈമറ്റിൻ്റെ കാരണത്താൽ അവിടുത്തെ വുഡ് ഡീക്കേ ആവുന്നതുകൊണ്ട് ഇപ്പോൾ റീസ്റ്റോറേഷൻ ഫേസിലാണ്. When we are born, we came into this world nothing, empty-handed, and when we die, we do the same. So that reminds us that we cannot bring anything that we have right now in this world. That reminds us the emptiness of our life. ഇവിടെ ഫുള്ള് നമ്മുടെ ലൈഫ് സൈക്കിളിനെ പറ്റിയും അതുപോലെ നമ്മുടെ റിലീജിയൻ, ട്രൂത്ത്, ഫാമിലി ഇതിനൊക്കെ പറ്റിയാട്ടോ പറയുന്നത്. There, like our friends, colleagues, pets, we can consider them family as well. Protects us from the bad people. Without our parents, we are not here in this beautiful world, and we may not become who we are right now. So we should be thankful, grateful, respect, and love them. Our parents may not be perfect, neither do us, but they do their best to give us a better life. Sometimes we're too busy growing old that we often forget that they are getting older as well, so spend more time with your family and parents. So everyone, before I end my tour, let me show you the picture of the founder. That is Conlec Vilyapan, the founder of this museum, and that is his wife, Converpai Vilyapan. Both of them passed away already about 24 years ago, but the legacy still continued to the new generation. And I would like to share the last message of the founder is that we cannot change the world, but what we can change? Ourselves. So everyone, this is the end of my tour here. Thank you. എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ തലയോട്ടി എന്തിനാണ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് എനിക്കറിഞ്ഞോളൂ. എനിക്കത് വെച്ചിട്ട് തലവേദന എടുക്കുന്നത്. എല്ലായിടത്തും ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് ആളുകൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാനിങ്ങനെ മാറി മാറി നിൽക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാവും പുറകിലോ ഫ്രണ്ടിലോ ഒക്കെ വീഡിയോ ഇടുന്ന ആൾ. അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലം. എനിക്ക് ശരിക്കും താജ്മഹലിൻ്റെ കാട്ടിലും എനിക്ക് ഈ സ്ഥലം ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ ഒരൊറ്റ തടിയിൽ കൊണ്ട് തീർത്തേക്കുന്നതാണ്. നമുക്കിത് കണ്ടുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഭയങ്കര കൊത്തുപണികളും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമെങ്കിലും നമ്മുടെ നാട്ടിൽ റോഡൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മുടെ റോഡൊക്കെ നമ്മുടെ റോഡൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം പൊട്ടി പോവുക ചെയ്യുന്നത്. പക്ഷേ ഇവരെല്ലാം ഹാൻഡ് വർക്കിലാണ് ചെയ്യുന്നത്. ഹാൻഡ് വർക്കിൽ ചെയ്യുന്നത് ഇത്രയും വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. അത്രയ്ക്കും എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലൊക്കെ ഈ ഒരു കൊത്തുപണികളാണ്. ഇങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൽ എല്ലാ കൊത്തുപണിക്കും അതിൻ്റെ പുറകിൽ ഒരു വലിയ സ്റ്റോറിയുണ്ട്. ഭയങ്കര നല്ലൊരു സ്റ്റോറിയാണ്. അതുപോലെ ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഇവർ ഇത്രയും സൂക്ഷ്മതയോടെ കൈ കൊണ്ട് മാനുവലായിട്ട് ഇത്രയും ഭംഗിയാക്കി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓരോ സ്ട്രക്ചേഴ്സ്. നിങ്ങൾ ഈ പുറകെ കാണുന്ന ബീച്ചിൻ്റെ പേരാണ് വോങ് അമാത് ബീച്ച്, അല്ലെങ്കിൽ നക്ലോ ബീച്ച് എന്ന് വിളിക്കും. ഇത് കാണുമ്പോൾ ആ ഒരു കടലിൻ്റെ ഭംഗിയും അതിൻ്റെ കൂടെ അടുത്തുള്ള ഈ ഒരു മൊണുമെൻ്റ് ഭംഗിയും ഒക്കെ ആസ്വദിച്ചിങ്ങനെ എത്ര നേരം വേണോ നമുക്കിങ്ങനെ നിൽക്കാൻ കേട്ടോ. ഒരു പീസ്ഫുൾ വൈബാണ്. ശരിക്കും പറയാലോ, എനിക്കിതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല. അവർ കുറേ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇതൊരു അമ്പലമാണ്. അവർ കയറി നിൽക്കുന്നത് ഇതില്ലാത്തൊരു അമ്പലമാണ്. അപ്പോൾ ഇവിടെ ഷൂസും കാര്യങ്ങളൊക്കെ ഊരിയിട്ടിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ അങ്ങോട്ട് മിസ്സായി ഗൈസ്. അയ്യോ, ഇതിൻ്റെ അകത്തുനിന്ന് മിസ്സായ പിന്നെ തേടി കണ്ടുപിടിക്കാൻ കുറേ സമയം എടുക്കുന്നില്ല. കാണാനില്ല. എനിക്കറിഞ്ഞൂടെ എവിടെ ഓടിപ്പോയെന്ന്. സത്യം പറയുന്നത് ഞാൻ കണ്ടുപിടിക്കുന്നത് മുടി വെച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ മുടിയും കാണുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ച് പോയാൽ ഒന്നുകിൽ അമ്മയെ കാണത്തില്ല, അല്ലെങ്കിൽ നിന്നെ കാണത്തില്ല. ഇങ്ങനെ ആയിരിക്കും. ഫോൺ വിളിക്കാൻ എന്തെങ്കിലും കണ്ട് ഗൈസ്, കണ്ട് ഫോൺ വിളിക്കാൻ എന്തെങ്കിലും ഒരു ഫോൺ പോലും ഇല്ല. എനിക്ക് ഫോണുണ്ട്, സിമ്മും ഇല്ല. ചേട്ടാ വായി നോക്കി നടക്കുന്നു. ചെയ്ത് പിടിക്കാൻ നോക്കി എൻ്റെ കൂടെ നടക്കണം. എൻ്റെ കയ്യിൽ ഫോണും ഇല്ല, സിമ്മും ഇല്ല, ഒരു തേങ്ങയില്ല. എനിക്ക് ഇവിടെ ഒന്ന് വിളിച്ചാൽ ഒന്ന് കിട്ടത്തൊന്നും ഇല്ല. വേണ്ട, ഇതുപോലെ പിക്ചർ സ്പോട്ട് ഇവിടെ നിന്നിട്ട് നമ്മളതേ അവിടെ പോയി നിന്നാൽ മതി, എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് വരാം. ഞാനിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം കണ്ടു. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് വന്നിട്ട് കണ്ടുപിടിക്കുമെന്ന് ഇവിടെ ഇപ്പുറത്തെ താഴെ എഴുതിയിട്ടുണ്ട്. നമുക്കത് വേണ്ട. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് നിങ്ങൾ നോക്കിയോ. നിങ്ങളുടെ ബർത്ത് ഡേറ്റ്, ഇതിൽ പെർപെച്വൽ കലണ്ടർ, ഹൗ മെനി ഇയേഴ്സ്, മന്ത്സ്, ഇയേഴ്സ്, ലീപ് ഇയർ എന്നൊക്കെ പറഞ്ഞ് രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇതെങ്ങനെ നോക്കണമെന്ന് അറിയത്തില്ല ഗൈസ്, ഒരു പിടിയില്ല. ഹൗ മെനി ഇയേഴ്സ്. എനിക്ക് പണ്ടേ ഞാൻ മാത്സിൽ കുറച്ച് വീക്കായതുകൊണ്ട് എനിക്കിതെന്താന്ന് ഇതൊന്ന് നോക്കി പറഞ്ഞു. ഇതെങ്ങനെ കലണ്ടർ നോക്ക്. കുതിര എടുത്തോണ്ട്
ഈ ഒരു കലണ്ടർ നോക്കിയാ common years 1800 to 2050. ഇതെല്ലാം ഒരേ ഗൈസ് മാത്സ് അറിയാം. എനിക്കൊന്നും മനസ്സിലായില്ല നോക്കിയിട്ട്. മാസങ്ങളും 1994 ഉണ്ട്. 1994 ഇതെല്ലാം ഒരേ ഇതായിരിക്കുന്നതാണ്. 95 ഓഗസ്റ്റ് രണ്ടാമത്തെ കലണ്ടറില് ഇതാണ് നിന്റെ ഇതിൽ ഫ്രൈഡേ എവിടെ 11th ഫ്രൈഡേ ഫ്രൈഡേ 11th. ഓക്കെ, അപ്പോൾ ഫ്രൈഡേയുടെ ബർത്ത് റേറ്റ് നോക്കുക ഗൈസ്. ഫ്രൈഡേ ഇസ് വീനസ്. Astute and modest, inspirational character, creative bent of mind, aesthetic, good looker. Oh, എനിക്ക് വയ്യ. And a good dress. Character, guys. Confident, fun to be with, center of attention in the crowd. Curious. അതെ ഗൈസ്, എനിക്ക് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കൂടുതലാണ് ഗൈസ് ആ ഒരു സിറ്റി. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി, ഭയങ്കര വെയിൽ, മുതിഞ്ഞ വെയിൽ. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ അടുത്ത് പോകാൻ സമയമായി വരുന്നു. ഷ്രിമ്പ് ചിപ്സും പിന്നെ അമ്മ വന്നിട്ട് ഏതാണ്ട് ഒരു ഫ്രൂട്ട് ജ്യൂസും വാങ്ങാൻ പോവാണ്. നമുക്ക് ഓൾറെഡി ടൈമായി 12:30 ആയി. 2 hours ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഭയങ്കര വെയിലാണ്. എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഇരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കും ഇതുപോലെ കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഗുവ എടുക്കാം. ഗുവ 1 and shrimp chips 1. Yes, 1. ഈ ആനയുടെ പുറത്ത് നിങ്ങൾക്ക് കയറാനായിട്ട് 200 ബാത്താണ് അവർ ചോദിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് അവർ കൊണ്ടുപോകും. എൻ്റെ ഫോട്ടോ എടുത്തത്, അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് വാങ്ങണമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനം എത്തി. ഇതിൻ്റെ പേരാണ് ഷ്രിംപ് ചിപ്സ്. ഇതിങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പശ പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇവിടെ ഫുള്ള് ഫിഷിൻ്റെ സോസൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഷിൻ്റെ സ്മെല്ല് വരത്തില്ല ഒന്നിനും. പക്ഷേ ഇതിനകത്ത് ഫുള്ളി വന്നിട്ട് ഷ്രിംപ് തന്നെയാണ്, ഫുള്ളായിട്ട് മീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ പച്ചക്കറി ആയിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മുടെ നാട്ടിൽ ഷ്രിംപ് ഉണ്ടാവത്തില്ല. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. എങ്ങനെയുണ്ട് ഇത്? നമ്മുടെ എരിവൊന്നുമില്ലെന്നേ ഉള്ളൂ. ഇതിനകത്ത് എനിക്കൊന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഷ്രിംപ്, കുറച്ച് ഫ്ലോറ്, ഏതെങ്കിലും കോൺഫ്ലവർ എന്തെങ്കിലും സോൾട്ട്. മോസ്റ്റ്ലി ഇവിടുത്തെ സാധനങ്ങളൊന്നും വേവാറില്ല. അങ്ങനെ നമ്മൾ നന്നായിട്ട് വെന്ത് വേവിച്ച് നല്ല ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇവിടുത്തെ സാധനങ്ങൾ അങ്ങനെ ഒത്തിരി വേവിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഹാഫ് കുക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് പക്ഷേ നല്ല ക്രിസ്പിയാണ് കേട്ടോ. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇതുപോലെ ഷ്രിംപ് ചിപ്സ് ഇത് ട്രൈ ചെയ്യും. ആക്ച്വലി നമ്മൾ വന്ന വഴി കൂടിയല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. തിരിച്ച് പെട്ടെന്ന് കയറി പോകാം. ഇങ്ങനെ ഇതേപോലെ പടിപ്പടിയായിട്ട് നമ്മൾ കയറി പോകണം മുകളിലോട്ട്. അയ്യോ, നമ്മളിനി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. പാവൻ്റെ അമ്മേ, ഞാൻ കുറേ സ്റ്റെപ്സ് ഒക്കെ കയറ്റി. പിന്നെ ഒരു എക്സസൈസ് ആയിക്കോട്ടെ അല്ലേ? 8 wonders ഓഫ് ദ വേൾഡിൽ വരേണ്ടതല്ലേ ശരിക്കും? 8 wonders ഓഫ് ദ വേൾഡിൽ വരേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അത്രയ്ക്കും പൊളിയാണ് ഈ സ്ഥലം. ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പട്ടായയിൽ മിസ് ചെയ്യുന്ന ഒരു വലിയ സംഭവം തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെ എന്തായാലും വരണം. ഡു വിസിറ്റ് ഗൈസ്. ഇങ്ങനെയാണോ? അയ്യോ, ഓക്കെ. ഇതെങ്ങനെയാണ് ആടേണ്ടത്? ഇങ്ങനെയാണോ ആടേണ്ടത്? എന്നാ വാ ഒരാട്ടാട്ട് വിട്ടിട്ട് പോ. ഒരാട്ടി വിട്ടിട്ട് എങ്ങോട്ട് ആട്ടുന്നത്? അയ്യോ മതി എന്നെ എങ്ങോട്ടൊക്കെയോ ആട്ടി വിട്ടു ഗൈസ്. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് തൊട്ടേനും പിടിച്ചാലും ഒക്കെ കാശാണ് ഗൈസ്. ഇവിടെ ബാത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഗം മൊത്തം കുളിപ്പിച്ചെടുക്കാം ഗൈസ്. നമ്മുടെ ഡ്രൈവറിനെ തപ്പി കിട്ടി. ഇന്നോവ 6408. നമ്മളിപ്പോൾ വി ആർ മൂവിങ് ഓൺ.